ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ കുരുമുളക് യൂട്യൂബ് ചാനൽ. ഏകദേശം ഒരു 5 മണി, വെളുപ്പാങ്കൽ 5 മണി ആയിട്ടുണ്ട്. ഞാനൊരു 4:45 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞാനിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ചെറിയൊരു മീറ്റപ്പ് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ട്, സിഫി. അപ്പോൾ ഞാൻ വേറെ 1-2 ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കൂട്ടത്തിൽ എനിക്കും വേറെ കുറച്ച് പരിപാടീസ് കൂടെ ഉണ്ട് അവിടെ. എനിക്ക് എൻ്റെ വേറെയും ഫ്രണ്ട്സിനൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ പ്ലാൻ എന്ന് വെച്ചാൽ ട്രെയിനിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച് ടിക്കറ്റ്സൊക്കെ ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റ് അവളൊരു പ്ലാൻ മാറ്റി. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ അവർ കാർ എടുത്തിട്ട് വരും. സോ പിന്നെ അവർ ഇവിടുന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ തോട്ട് ഓഫ് ടേക്കിംഗ് എ വ്ളോഗ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിച്ചൊരു വ്ളോഗൊക്കെ എടുക്കുന്നത്. എനിക്കറിയില്ല ഇത് ശരിയാകുമോ, ഞാനിത് അപ്ലോഡ് ചെയ്യുമോ എന്നറിയത്തില്ല. നന്നായിട്ട് വരുമെന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി അവർ വന്നിട്ട് ഞാൻ പറയാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ വാങ്ങിച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വൈകിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. സോ ഞാൻ അതൊക്കെ വാങ്ങി ഇവിടെ ഇരിക്കും. അവരൊരു 15 മിനിറ്റ്സിൽ എത്തുമെന്ന് പറഞ്ഞു. സോ വെയിറ്റിംഗ്. ഹായ് പറയോ, എൻ്റെ വ്ളോഗാ. സർ ഒരു ഹായ് പറഞ്ഞോളൂ. ഇതാണ് നിന്റെ ഒറിജിനൽ പേര് പറഞ്ഞോ? കാണുന്ന പോലും ഇല്ല. ഞാൻ ഇത്ര നേരം സിഫി എന്നാ പറഞ്ഞോണ്ടിരുന്നത്. ഒറിജിനൽ പേര് പറഞ്ഞോ? പിയൂസ്. ജനുവരി 1 ഉണ്ടാവില്ലേ കുട്ടിയുടെ കല്യാണത്തിന്? ഞാനാണോ? എൻഗേജ്മെന്റിന് ഓഫ് കോഴ്സ്. നിങ്ങൾ രണ്ടുപേരും, നിങ്ങൾ രണ്ടുപേരും മാത്രമേ വിളിക്കുള്ളൂ. എന്തായാലും വന്നിരിക്കും. അറിഞ്ഞോ, ഞാൻ കൊൽക്കത്ത പോവാ. എത്ര നാൾക്ക് ശേഷം ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നേ. അല്ലാത്തപ്പോ മാസം പോയിക്കൊണ്ടിരുന്ന ഞാന്. വാഹനങ്ങൾ പതുക്കെ പോവാ. എന്തോന്ന്? റോഡ് പണി നടക്കുന്നതിനാൽ വാഹനങ്ങൾ പതുക്കെ പോവാ. ജോലിയൊക്കെ എങ്ങനെ പോകുന്ന സാറേ? ശോകമാണോ? എന്തോന്ന്? ഡിസ്റ്റൻസ് കൂടുതലായിരിക്കില്ലേ ഇനി തിരിച്ചാ? ഇല്ല, നമ്മൾ പകുതി വഴി പോലും ആയിട്ടില്ല. എന്താ ഈ വഴി തന്നെ പോവാ. ആലപ്പുഴ കൂടി പോയാൽ നമുക്ക് കുറെ വ്യൂസ് ഒക്കെ കാണാം. അതിൽ നല്ല വ്യൂസ് ഉണ്ടല്ലോ ഈ റൂട്ടിന് തന്നെ ഉള്ള. ഇത് നോക്കി. എന്താ വെള്ളമാണോ? കുളം. ഓ, ഓസ്ട്രേലിയക്കാര് കുളം കണ്ടിട്ടില്ലല്ലോ. ഓസ്ട്രേലിയ കുളങ്ങളില്ല. ഓസ്ട്രേലിയൻ സ്ട്രീംസ് കുളങ്ങളില്ലല്ലേ? വ്ളോഗിങ്ങിന് വേണ്ടി മാത്രം വാങ്ങിയതാ. എന്തായാലും നാട്ടിക്ക് ഇട്ടോ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞോളാം. നല്ലൊരു മെമ്മറിക്ക് വേണ്ടി എടുത്ത് വെക്കണമല്ലോ. കൂടുന്നുണ്ട് 1120 തേങ്ങ എന്തോ ഇരിക്കണോ സൈഡാക്കി. എനിക്ക് ചെയ്യാൻ പറ്റില്ല. ശരി, നോക്ക്. ആയില്ലേ? നിർത്ത്. ഞാൻ ഇന്നലെ വേറൊരു ലിപ്സ്റ്റിക് കൂടെ വാങ്ങിച്ചു. ലിക്വിഡ് അല്ല, നോർമൽ. പക്ഷെ അത് ഭയങ്കര എറിച്ച് വെക്കുന്ന റെഡായി പോയി. ഇട്ടിട്ട് നോക്കിയേ.
ഒന്ന് കാണിക്ക്, ഒന്ന് ചിരിച്ച് ചുണ്ട് കാണിച്ച്. 3 ചുണ്ടുണ്ടോ? ടൂറ് പോണ പോലെ പഠിപ്പിക്കണേ. എന്നിട്ട് ടൂറ് പോണ പോലെ പഠിപ്പിച്ചിട്ട് നമ്മളിപ്പോ അവിടെയാണ്, നമ്മൾ ഇങ്ങനെ അരുവി ഒഴുകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ പഠിപ്പിക്കണേ. എന്നിട്ട് പറഞ്ഞ് ആ ലെസൺ തീർന്നപ്പോ പറഞ്ഞ് നാളെ എല്ലാരും സ്വെറ്റർ എടുത്തോണ്ട് വരണം കേട്ടോ, നല്ല തണുപ്പായിരുന്നില്ലേ എന്ന് പറഞ്ഞ്. അന്നൊരു വെച്ച് ആബ്സെന്റ് ആയിരുന്നു, ഷഫ്ന ആബ്സെന്റ് ആയിരുന്നു. എന്നിട്ട് ഷഫ്ന പിറ്റേ തോന്നപ്പോ ഞാൻ പറഞ്ഞു സ്വെറ്റർ എടുത്തോ, സ്വെറ്റർ എടുക്കണം, വെസ്റ്റേൺ ഗട്ട്സിൽ പോകും നമ്മൾ എന്നൊക്കെ പറഞ്ഞു. ആ കൊച്ചു അതിന്റെ അമ്മേനെ വിളിച്ചു പറഞ്ഞു അതിന്റെ അമ്മ സ്വെറ്റർ കൊണ്ടുവന്നു. എന്നിട്ട് എന്നെ സ്റ്റാഫ് റൂമിലൊക്കെ വിളിച്ചു വരുത്തി ചീത്ത വിളിച്ചു. അങ്ങനെ ഞാൻ ഭയങ്കര ഗുണ്ടല്ലേ ഗുണ്ടി. ഇതാരും എടുക്കരുത്. ഞാൻ ബാത്റൂമിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ആ കൊച്ചിന്റെ ബോക്സ് ഇങ്ങനെ എടുത്ത് നോക്കിക്കൊടുക്ക. ഞാനങ്ങ് ഞാൻ ഇങ്ങനെ വരണ കണ്ടത് ആ കൊച്ചിങ്ങനെ ഫ്രീസ് ആയി. ഞാൻ അതിന്റെ അടുത്ത് ചെന്ന് എന്റെ ബോക്സിൽ തൊട്ടി കുറച്ച് എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ട് എടുക്കരുത്, പേടിച്ചു പോയ കൊച്ച്. അങ്ങനെ ഞാൻ ഭയങ്കര കുണ്ടിയായിരുന്നു. ഒന്നൂടെ നീ ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്. ആ കൈ താഴ്ത്തോട്ട് വെച്ചിട്ടിട്. മാസ് ഷെയ്സ് കൊള്ളാം. എവിടുന്ന് വാങ്ങി? ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഒന്ന് കാണിച്ച് നീങ്ങന്ന്. എവിടുന്ന് വാങ്ങിയതെന്നൊക്കെ പറ, റേറ്റ് ഒക്കെ പറഞ്ഞോ. ഇത് ഓസ്ട്രേലിയ. ഫൈനലി ഒരു സീറ്റ് കിട്ടി. എന്താ കഴിക്കുന്നേ? മസാല ദോശ. ഞാൻ എഡിറ്റ് ചെയ്തില്ല, വോയിസ് ഒന്നും ഞാൻ കേട്ടില്ല. ഇവിടെ ഉള്ള വോയിസ് മാത്രമേ കേട്ടോ. ഒരുപാട് വേണ്ട. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ പോവാണ്. ഇനിയിപ്പോ എത്ര ദൂരം ഉണ്ടാവും? 96ഓ? ഇങ്ങോട്ട് നോക്ക്, ഒരു യോഗ കാണിക്ക്. ഓസ്ട്രേലിയൻ അമ്മായി. കൊട്ട് ട്രിവാൻഡ്രം അല്ല, നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക്. ആണോ? കറക്റ്റ് ലൊക്കേഷൻ ആണോ? എനിക്ക് തീരെ പരിചയമില്ല ഈ വഴി. ഇതല്ലായിരുന്നോ? തന്നെ അവരെവിടെ നിക്കുന്നേ? വിളിച്ചായിരുന്നോ നീ? പറയാനാ പറഞ്ഞു. നമുക്ക് ഇവിടെ നിന്നിട്ട് വിളിച്ചാലോ?
ഇത് എത്ര നേരം നമ്മൾ ഇതിനെ ഫോളോ ചെയ്യണം? കുറച്ച് നേരമായല്ലോ. ഓ ഇനി ലഗേജ് എല്ലാം എടുത്ത് അങ്ങോട്ട് മാറണല്ലേ? ലഗേജോ? ഇത് എടുക്കണ്ടേ? ബാഗ് എടുക്കണ്ടേ? അൻസാറേ നിന്റെ ബാഗ് എടുക്കണോ? കണ്ടോ? Hello baby. Come on baby. അവന് ഇവിടുന്ന് നേരെ കണ്ണൂര് പോവാ. ഇതാണ് എന്റെ ഹെർമൻ. ഇത് മൂക്കളം നിറൽ. ഒരു ഹായ് പറഞ്ഞോ, എന്റെ വ്ളോഗാ. ഇരിക്കാൻ പറ്റുണ്ടോ? കാര്യവട്ടം ക്യാമ്പസിന്റെ ഈ ഒരു പരിസരത്ത് ഞാൻ വന്നിട്ടേ ഇല്ല. ഇത് നമ്മുടെ സീക്രട്ട് ക്യാമ്പസ് ബോയ്സിന്റെ സ്പോട്ടാണ്. ഇവിടെ കുറെ മരം ഉണ്ടായിരുന്നു. മരമൊക്കെ പോയിപ്പം നമ്മള് ഉള്ള സമയത്തൊക്കെ ആകാശം കവറായിരുന്നു. നശീകരണം. ഇവിടെയൊക്കെ ഒരു ചെറിയ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. ഇത് മോൾ ഓഫ് ട്രാവൻകൂർ, തിരുവനന്തപുരത്തിലെ ഫസ്റ്റ് പ്രോപ്പർ മോൾ. പ്രോപ്പർ മോളോ? ബാക്കിയുള്ളതൊക്കെ ഇംപ്രോപ്പർ ആയിരുന്നു. ബിഗ് ബസാറിനെ നമ്മൾ മോളാണെങ്കിൽ ഓക്കെ ഓക്കെ. നീ കയറിയിട്ടുണ്ടോ പത്മനാഭ സ്വാമി ക്ഷേത്രം? അൻസാറ് കയറിയിട്ടുണ്ടോ? വർഷമായി ഞാൻ പോലും ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ ഭക്തി വേണം, ഭക്തി. അതെ. ഇങ്ങോട്ട് ആദ്യമായിട്ടോട്ടോ വരണേ. ബീച്ചൊന്നുമില്ല ഇപ്പം. ഡിഗ്രിക്ക് പഠിക്കുമ്പോ എപ്പോഴോ ഒരു തവണ ഞാനിവിടെ വന്ന ഓർമ്മ. സ്റ്റൈല് പറഞ്ഞ നിനക്കാണ്. സ്റ്റൈൽ പോസ് കൊടുക്കും, സ്റ്റൈൽ പോസ് കൊടുക്കും. ഗൈഡ് ഹെർമൻ. ഹെർമൻ അങ്ങനെ ഇതാക്കണ്ട കേട്ടോ. വേണോ? വേണ്ട. കുറച്ചുകൂടെ മതി കിട്ടിയതാവും. എനിക്കൊരിക്കലും കടയിൽ നിന്ന് നാരങ്ങ. താങ്ക്സ് ചേട്ടാ. സീരിയസ് ആയിട്ടുള്ള ഐഡിയ. തമാശക്ക് ഞാൻ പറയുന്നില്ല. ശരി, എന്താന്നാ പറഞ്ഞേ? ആ വര ഉണ്ടോ? ആ വര. അതെന്തോ ഇന്റർനാഷണൽ സീക്രട്ടാ. എന്ത് സീക്രട്ട്? ഇപ്പൊ എല്ലായിടത്തും അതിങ്ങനെ ഭയങ്കര റെഗുലർ ആയിട്ട് കാണാം. കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ഉണ്ടായിരുന്നു. എന്താണെന്ന് പറ. അത് സീക്രട്ടാ. അതെനിക്കറിയില്ല. അയ്യോ, പണ്ട് മറ്റേ നിനക്കുണ്ടായിരുന്നല്ലോ ചെന്നൈയിൽ വെച്ചിട്ട് UFO. ഇപ്പൊ ആകാശത്ത് എന്താ ഞാൻ കണ്ടല്ലേ പറയും സിറ്റിയുടെ UFO. എന്തോ അനങ്ങുന്ന സാധനം കണ്ടപ്പോ നീ പറഞ്ഞു ഇത് UFO.
അതിനകത്തൊന്നുമില്ല. ഇത് ഞാനും തമ്മിൽ ബന്ധമില്ല. ഇതെന്ത് ചെയ്താ? ഇല്ല, സിഫി പൊട്ടിച്ചതാ. അത് 60 രൂപ മാറ്റി കൊടുത്ത് വാങ്ങിക്കുന്ന ക്ലാസ്സാണ്. ഇത് 100 കള്ളനോട് അടിക്കാൻ പറ്റില്ലായിരിക്കും അല്ലേ? മഞ്ഞ, ഓറഞ്ച്, ട്രാൻസ്പെറന്റ്. ഗ്രീൻ. എവിടെ ആ സാധനങ്ങളൊക്കെ എവിടെ? അതൊക്കെ നമ്മള് അത് അഫോർഡ് ചെയ്യാനുള്ള പൈസ ഉണ്ടായിരുന്നെങ്കിൽ സെലോടേപ്പ് ചൊട്ടിച്ചാ. ഇല്ല. ഇങ്ങനെയാ അതാണെങ്കിൽ ഇരിക്കുന്നു സെല്ലോ ടേപ്പ് ചൊട്ടിച്ചതല്ലേ. ഇങ്ങനെ ഇത് വെച്ച് നോക്കിയാൽ ഇങ്ങനെ ചേർന്ന് നിൽക്കും. കാണാനൊക്കെ എന്നാ ഭംഗിയ, പക്ഷെ ഒടുക്കത്തെ റേറ്റ് ആയിരിക്കും നിനക്ക്. ഇത് കൊറേ കല്ല് വാരി കെട്ടി വെച്ചേക്കോ. അത് ഓഫ് കോഴ്സ് അത്രേ ഉള്ളൂ, പക്ഷെ റേറ്റ് അവര് പറയണ കൊടുക്കണം. ഇതിനെത്രയാവും? എനിക്ക് ജനിക്കാൻ പോകുന്ന കൊച്ചു അതേപോലെ ഉണ്ടാവും. പൊന്ന് സിഫി. ആ നോക്കട്ടെ, മോനെ നോക്കട്ടെ. അങ്ങനെ കറക്റ്റാ. അതാണ് ലൈറ്റ് ഹൗസ്. അപ്പൊ അതെന്തുവാ അവിടെ നിക്കണ ഒരു ഗോപുരം പോലത്തെ സാധനം? കെട്ടി വെക്കത് കറക്റ്റ് അമേരിക്കൻ അമ്മായി അല്ലേ? അമേരിക്കൻ അല്ല, ഓസ്ട്രേലിയൻ അമ്മായി. പുള്ളിക്കൊന്ന് ഞാനൊന്ന് കാണിച്ചോട്ടെ. ചക്ക. എന്റെ മുടി കെട്ടി വെച്ചു. ഇനി ഞാൻ പെർഫോം ചെയ്യില്ല. മുടി ഇത്തിരി കുറച്ച് ഞാൻ ഫ്രണ്ടിലോട്ട് ഇട്ടോ. അൻസാറിനെ വിളിക്കും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. നല്ല വ്യൂ അല്ലേ? ബീച്ച് സൈഡിലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തൊട്ട് താഴത്തേക്ക് നോക്കാൻ നേരത്തെ കാണുന്ന കേട്ടോ. നമ്മളിനി എങ്ങോട്ടാ പോകുന്ന സിറ്റി? വലിയ ചുവന്ന കോഴിയെ കാണാൻ. ഇല്ല, ഉണ്ട് വലിയ ചുവന്ന കോഴി. അതെവിടെ നീ വലിയ ചുവന്ന കോഴി കിട്ടിയ? ഡോറ കാണാറില്ല. ഓ ഇല്ല ഇല്ല ഇല്ല. അന്നേരം കേറി ലൈറ്റ് ഹൗസ് കയറാൻ വേണ്ടി വന്ന് ഇവിടം വരെ എത്തിയപ്പോഴത്തേക്ക് അബേ ടയേർഡായി. ഞാൻ ഓക്കെയാണ് ഗൈസ്. അത് കണ്ടു അതിന്റെ അകത്തോടെ സൺലൈറ്റ് അടിക്കുന്നു അവരുടെ കണ്ണില്. ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അതായത് ലൈറ്റ് ഹൗസിന്റെ താഴെ. ഇതിനകത്ത് ലൈറ്റ് ഇതെല്ലാം ഇനി മേലെ വരെ കേറണമല്ലോ. ഹെയർമാൻ ഇതിന് മേലെ കേറിയിട്ടുണ്ടോ? ചെറുതായിട്ട് എത്രയാണ്? 3 തവണ കയറി. നീ കേറിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
ലൈറ്റ് ഹൗസ്. ഏതേലും ലൈറ്റ് ഹൗസ്. സെയിം ബീച്ച്. ലൈറ്റ് ഹൗസിൽ കയറിയുണ്ട്. എവിടെ? ഒറ്റയ്ക്കായിരുന്നു. ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ലിഫ്റ്റ് ഒന്നുമില്ല, നടന്ന് കയറണം എന്ന്. എന്തായാലും നല്ലൊരു ഏർപ്പാടല്ലേ. ലിഫ്റ്റ് വെച്ചില്ലായിരുന്നെങ്കിൽ ഒരവസ്ഥ കയറി ഉപ്പാടല്ലേ കയറി. ശരിയായിട്ട് കയറിയിട്ടുണ്ട്. ശരിയാട്ടോ, നമ്മൾ 5 പേര് കയറില്ല. 5 passengers. 5 എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ 100 കിലോ, ഇവള് 150. അപ്പൊ തന്നെ തീർന്നു. ഞാൻ 65. ഒരു കിലോ വേണം. പാട്ടൊക്കെ ഉണ്ട് ഇതിനകത്ത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജേർണിയാണ്. എത്തിയോ? ഇത് കൊറേ ഉണ്ടല്ലോ. ഇത് ടോപ്പ് ഫ്ലോർ. ഇനി നമ്മൾ കുറച്ച് സ്റ്റെപ്പ് കയറണം, എന്നാലേ മേലെ എത്തത്തുള്ളൂ. ഹായ് അൻസർ. ഹായ്. അതെ, വെള്ളം വേണോ കുറച്ച്? സൂപ്പർ വ്യൂ ആ. ഇതിന്റെ ഉള്ളിൽ കൂടെ ഇല്ല ഇല്ല ഇല്ല, അതൊന്നും ഇല്ല. വീഡിയോ അതിനിടയിൽ വീഡിയോ എടുക്കോ? വീഡിയോ എടുത്തോണ്ടിരിക്കണോ? റെഡാണോ? ഇതെന്താന്നാ? വിഴിഞ്ഞം പോർട്ടോ? എവിടെ? അത് ആ കാണുന്നതാണ് MSC മരീനല്ല. അത് ലോകത്തിലെ ഏറ്റവും വലിയ കാർഗോ ഷിപ്സിലൊന്നാണ്. ടോപ്പായിട്ട് ഇരിക്കുന്ന ഒരു 7 കാർഗോ ഷിപ്സ് ഉണ്ട്. അതിനകത്ത് ടോപ്പ് 7 ഉള്ള കാർഗോ ഷിപ്പാണ്. ഇതാണ് ഏറ്റവും വലുത്. ഏറ്റവും വലിയ സ്പോട്ടിൽ തന്നെ 7-8 ഷിപ്പുണ്ട്. സെയിം കമ്പനിയുടെ തന്നെ MSC എന്ന് പറഞ്ഞ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്നാണ് MSCയുടെ. സുന്ദരി കണ്ണാലം സേരി സല്ലടി ഇന്നാലല്ല തീരി ഇന്നയെ തന്നേനുനക്കാക ജന്മമേ കൊണ്ടേനക്കാക. മതി മതി. After that, we all were hungry, so we had our second round of lunch from a nearby restaurant. Bye. See you, Ansar. എനിക്കില്ല ആ സാധനം, എനിക്കില്ല. Bye bye. Bye bye.